ഖുർആനിലെ ഏറ്റവും വലിയ പേടിപ്പെടുത്തുന്ന ആയത്ത് കീഴ്പ്പെടുത്തുന്ന മക്കയിലെ ഏറ്റവും വലിയ കുഫാറുകൾ അവരോടാണ് റസൂൽ പറഞ്ഞത് ഇല്ല നാളെ പരലോകമുണ്ട്, മരണാനന്തരം ഒരു ജീവിതമുണ്ട്, ഈ രാത്രിയും ശാശ്വതമല്ല, മദ്യപാനത്തോട് വിട പറയണമെന്ന് പറഞ്ഞപ്പോ അള്ളാന്റെ റസൂൽ കൈവാലയത്തിന്റെ മത്താബിലിരുന്ന് ഖുർആൻ ഓതിയപ്പോ പ്രവാചകനെ പരിഹസിച്ചുകൊണ്ട് കൈവാലയത്തിന്റെ മത്താബിലിരുന്ന് വെല്ലുവിളിച്ച ആളുകളുടെ നേരെയാണ് അള്ളാഹുവിന്റെ ഖുർആനിലെ ഏറ്റവും പേടിപ്പെടുത്തുന്ന ആയത്തിറങ്ങിയത്. ഏറ്റവും പേടിപ്പെടുത്തുന്ന ആയത്തിറങ്ങിയത് അള്ളാന്റെ റസൂൽ ഖുർആൻ ഓതി കിടക്കുമ്പോ കൈവാലയത്തിന്റെ മത്താബിൽ നിന്നിട്ട് ആ നാട്ടിലെ ചെറുപ്പക്കാര് പരിഹസിച്ചു അത്രേ. അഹിയാനൻ നജുറു ഇലാ അഖീനാ ഇദാ ലം യജുറു ബിഹി ഇല്ലാ ഖാനാ, അഹിയാനൻ നജുറു ഇലാ അഖീനാ ഇദാ ലം യജുറു ബിഹി ഇല്ലാ ഖാനാ. അള്ളാഹുവിന്റെ റസൂലിനെ കളിയാക്കിയിട്ട് പറഞ്ഞു, മുഹമ്മദേ ഈ ഞങ്ങളെ ഉപദേശിക്കാനോ ഖബറിനെ കുറിച്ച് പറഞ്ഞ് പേടിപ്പെടുത്താനോ ആഖിറത്തെ പറഞ്ഞ് ഞങ്ങളെ പരിഭ്രാന്തിക്കാനോ ഞങ്ങൾ ആരെന്നറിയോ മുഹമ്മദേ? അഹിയാനൻ യജുറു ഇലാ അഖീനാ, ഒരുത്തം പറയുകയാണ് എനിക്ക് വ്യഭിചരിക്കാതെ കിടന്നാലിറക്കം വരില്ല, രാവിലെ മുതൽ വൈകുന്നേരം വരെ വ്യഭിചരിക്കാൻ ഒരാളെ കിട്ടാതെ നിരാശയോടെ രാത്രിയിൽ ഞാൻ തിരിച്ചു പോകുമ്പോ ഇന്നെനിക്ക് വ്യഭിചരിക്കാൻ കഴിഞ്ഞില്ലല്ലോ എന്ന് ദുഃഖിച്ചു പോകുമ്പോ ആ സമയത്താണ് എന്റെ സഹോദരന്റെ ഭാര്യയെ കണ്ടത്. അവളുമായിട്ട് ഞാൻ ഇന്ന് വ്യഭിചരിച്ചെന്ന് പരസ്യമായിട്ട് കൈവാലയത്തിന്റെ മത്താബിൽ വിളിച്ചു പറഞ്ഞ ആ സമയത്താണ് മറ്റൊരു ചെറുപ്പക്കാരൻ പറഞ്ഞത് ഇതാലും എന്റെ ജോലി വഴിയരികിലൂടെ നടന്നു പോകുന്ന ആളുകള് പാലക്കത്തിന്റെ പുറകിൽ ഒളിച്ചിരുന്നിട്ട് അവരെ പിടിച്ചു നിർത്തി തല കൊയ്തെടുക്കലാ. അങ്ങനെ ഒരു ദിവസം രാവിലെ മുതൽ വൈകുന്നേരം വരെ ഞാൻ എന്റെ ഇരയെ കാത്തിരുന്നു. അവസാനം ഒരാളെ പോലും കാണാതെ മൂവന്തി നേരമായപ്പോ കള്ളുഷാപ്പിൽ കൂട്ടുകാർ ഒരുമിച്ച് കൂടുന്ന നേരത്ത് ഒരു തുള്ളി പൈസ ഇല്ലാതെ എന്റെ വാളുടയിലോട്ടിടാൻ പോയപ്പോ ഇന്നൊരു രക്തത്തിന്റെ സ്പർശനമില്ലാതെ എന്റെ വാളുടയിലിടണമല്ലോ നോക്കിട്ട് ഉടയിലോട്ടിടാൻ പോയപ്പോഴാണ് എതിർഭാഗത്തൂടി മനുഷ്യൻ വരുന്നത് കണ്ടത്. ആ മനുഷ്യൻ എന്റെ പിതാവായിരുന്നു. എന്റെ മുന്നിലൂടെ വന്ന പിതാവിനെ പിടിച്ചു നിർത്തിയിട്ട് അന്നൊരു ദിവസം എന്റെ വാളിന്റെ രക്തത്തിന്റെ മോഹം തീർക്കാൻ എന്റെ പിതാവിന്റെ കരുത്ത് ഞാൻ വെട്ടിയെറിഞ്ഞിട്ട് എന്റെ ഉപ്പയുടെ മനുഷ്യനെ പൈസ എടുത്തിട്ട് മദ്യപിച്ചെന്ന് കൈവാലയത്തിന്റെ മത്താബിൽ നിന്നിട്ട് ലോകം ഇതേവരെ കേൾക്കാത്ത ക്രൂരത വിളിച്ചു പറഞ്ഞിട്ട് ഞങ്ങളാണ് വലിയവരെന്ന് അഭിമാനിച്ചിരുന്ന മക്കാ ഖുറൈശികളുടെ നേരെയാണ് ഖുർആനിലെ ഏറ്റവും പേടിപ്പെടുത്തുന്ന ആയത്തിറങ്ങിയത്. ഹബീബായ നബിക്കായത്തിറങ്ങി നബിയെ അവരോട് പറഞ്ഞു കൊടുക്ക നബിയെ അൽഹാകുമുത് തകാസുർ ഹത്താ സുർതുൽ മകാബിർ കല്ലാ സൗഫ തഅലമൂന തുമ്മ കല്ലാ സൗഫ തഅലമൂൻ. അവരോട് ചോദിക്കുന്ന നബിയെ ഏതുവരെയാണ് ഈ അഹങ്കാരം, ഏതുവരെയാണ് നിങ്ങളുടെ സമ്പത്ത്, ഏതുവരെയാണ് നിങ്ങളുടെ വാപ്പോര്? അൽഹാകുമുത് തകാസുർ, ഇത്ര അഹങ്കരിക്കാൻ നീ ആരടാ തമ്മാടി? ഹത്താ സുർതുൽ മകാബിർ, ഏതുവരെയാണ് നിന്റെ ഈ സമ്പത്ത് പ്രയോജനപ്പെടുക, ഏതുവരെയാണ് നിന്റെ അധികാരം പ്രയോജനപ്പെടുക? ഹത്താ സുർതുൽ മകാബിർ, പള്ളിക്കാട്ടിൽ കൊണ്ടുപോയി അടക്കുന്നത് വരെ, പള്ളിക്കാട്ടിൽ കൊണ്ടുപോയി 3 കഫൻ തുണിയിൽ പൊതിഞ്ഞിട്ട് നിന്നെ മനസ്സിൽ കിടത്തുന്നത് വരെ, നിന്റെ മുകളിലേക്ക് മണ്ണ് വന്ന് വീടുന്നത് വരെ. സഹോദരങ്ങളെ അവസാനിപ്പിക്കുകയാണ് ഞാൻ. ഖുർആനിലെ ഏറ്റവും പേടിപ്പെടുത്തുന്ന ആയത്തിറങ്ങിയത് ഇവിടെയാണ്. അത്ഭുതത്തിന്റെ മഹാത്ഭുതം, പരിവർത്തനത്തിന്റെ മഹാത്ഭുതം. സഹോദരങ്ങളെ പരിശുദ്ധിയുടെ പര്യായമായി എടാ പള്ളിക്കാട്ടിൽ കൊണ്ടുപോയി അടക്കുന്നത് വരെയല്ലേയുള്ളൂ.